ഇപ്പോൾ കൊല്ലപ്പെട്ട ടിറ്റിയുടെ മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് എറണാകുളം എക്സ്പ്രസിൽ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ട ടിറ്റിയുടെ മൃതദേഹമാണിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നെഞ്ചു പിടയ്ക്കുന്ന രംഗങ്ങൾ പൊട്ടുന്ന കാഴ്ചയാണ് ഈ മഞ്ഞുമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാനാകുന്നത്. ഹൃദയഭേദകമായ നിമിഷങ്ങളായിരുന്നു അത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിനോദിന്റെ മൃതദേഹം മഞ്ഞുമല്ല അദ്ദേഹം കാത്തിരുന്ന് സ്വന്തമാക്കിയ വീടാണ് ആ വീട്ടിലേക്ക് എത്തിച്ചത്. ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേ അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി മഞ്ഞുമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെക്കും. ഉച്ചവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അവസാനമായി വിനോദിന് യാത്രയപ്പ് നൽകുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ്. അതിനുശേഷം വേലൂരിലെ ശ്മശാനത്തിൽ സംസ്കാര നടപടികൾ നടക്കും. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ്. കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് 4 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി പോയൊരു വ്യക്തിയാണ്. ഇന്ന് ഈ സമയത്ത് തിരികെ വീട്ടിലേക്ക് വരേണ്ട ആളാണ്. പക്ഷേ ചേതനേറ്റ മകന്റെ ശരീരം എത്തുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന അമ്മ, അദ്ദേഹത്തിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഉറ്റവരങ്ങനെ ഒരു നാട് മുഴുവൻ സങ്കടക്കടലിലാകുന്ന നിമിഷങ്ങളായിരുന്നു. ആരും ഇങ്ങനെയൊരു ദുരിതം വിനോദിന്റെ അടുത്തേക്ക് എത്തുമെന്നത് ആരും പ്രതീക്ഷിക്കുന്നതല്ല. പതിവ് പോലെ പോയി അദ്ദേഹം മടങ്ങിയെത്തുന്ന ഒരുപാട് യാത്രകൾ ഒക്കെ കരുതി വെച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഏവരും അദ്ദേഹത്തോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ ഓർത്തെടുത്ത് രാവിലെ മുതലൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. ഈ ഒരു അപകടം അദ്ദേഹത്തിന് തേടിയെത്തിയെന്ന് അറിഞ്ഞത് മുതൽ ഇന്നലെ മുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. ഈ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നാടൊന്നാകെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാനായി ഇവിടേക്ക് എത്തുന്നു. കുറച്ചു നാളെ ആയുള്ളൂ ഈ വീടുണ്ടാക്കിയിട്ട്. 2 മാസം പോലും അദ്ദേഹം തികച്ച വീട്ടിലൊന്നും കിടന്നുറങ്ങിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ചുറ്റിനുമുള്ള ആളുകളൊക്കെ ഈ 2 മാസം കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സഹൃദയനായ ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ അവരിവിടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. നേരത്തെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് മാറ്റിയാണ്. അദ്ദേഹം നേരെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്ത ജീവനക്കാരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ 10-12 വർഷമായി ഒരുമിച്ച് ജോലി ചെയ്തവരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചതൊക്കെ കേട്ടതാണ്. അത്തരത്തിൽ അടുപ്പമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അല്പസമയം കൂടി വിനോദിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കും. അദ്ദേഹത്തിന് ഉറ്റവർക്ക് യാത്രയപ്പ് നൽകാനുള്ള സമയമാണ്. അതിനുശേഷമായിരിക്കും ഏലൂരിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാര നടപടികൾ നടക്കുകയും ചെയ്യുക. ഒരുപാട്
മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ കൂടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു അപ്രതീക്ഷിതമായ വിയോഗം എന്ന് തന്നെ പറയാം. അത്തരമൊരു ദുരന്തം വിനോദിനെ തേടിയെത്തിയത് ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. അദ്ദേഹത്തിന് പലയിടങ്ങളിൽ സുഹൃത്തുക്കളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം CTI ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു കലാകാരനായിരുന്നു. സിനിമ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ സജീവമായിരുന്നു അദ്ദേഹം. ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ഒരു കലാകാരൻ എന്ന രീതിയിലൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളാണ്. 46 വയസ്സേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വിയോഗം എന്നത് ഉൾക്കൊള്ളാനാകുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മയെ രാവിലെയോടുകൂടി മാത്രമാണ് ഇങ്ങനൊരു മകന്റെ അപകടത്തെക്കുറിച്ച് അറിയിച്ചത്. ഇന്നലെയൊക്കെ ചെറിയൊരു അപകടമാണ് എന്നറിഞ്ഞ് അദ്ദേഹം അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള അയൽവാസികളടക്കമുള്ള ആളുകൾ അല്പസമയം രാവിലെയോടുകൂടിയാണ് ഇങ്ങനൊരു ദുരന്തമാണ് മകന് സംഭവിച്ചതെന്ന് പോലും അമ്മയെ അറിയിക്കുകയും അവരെ അത് ഉൾക്കൊള്ളിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വിനോദിന് യാത്രയയപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്ത സുഹൃത്തുക്കളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. കുറച്ച് സമയം കൂടി മഞ്ഞുമല്ലെ അദ്ദേഹത്തിന്റെ ഈ വസതിയിൽ ചേതനേറ്റ വിനീതിന്റെ ശരീരം വെക്കും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക്, ഉച്ചവർക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യമായിരിക്കും ഒരുക്കുക. ഇതിനുശേഷം ചടങ്ങുകളിലേക്ക് കടക്കും. പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും താങ്ങാൻ കഴിയാത്ത വിധം തലമുറയിടുന്ന അമ്മയെ കാണുന്നു, സഹോദരങ്ങളെ കാണുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട സമാനതകളില്ലാത്ത ഒരു ക്രൂരത അത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാണാൻ കഴിഞ്ഞത്. 6:45 എറണാകുളം പട്ന എക്സ്പ്രസിൽ നിന്നും TT ആയിരുന്ന വിനോദിനെ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത അത്യന്തം ക്രൂരതയോടുകൂടി അത്യന്തം പൈശാചികമായി തന്നെ തള്ളിയിടുന്ന കാഴ്ച കേരളം കേട്ടത്, കേരളം ശ്രമിച്ചത്. ഇന്നിപ്പോൾ ആ മൃതദേഹം മഞ്ഞുമല്ലെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന സഹോദരങ്ങൾ, അലമുറയിടുന്ന സഹോദരങ്ങളെയും അമ്മയും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അവരെ സമാധാനിപ്പിക്കുക എങ്ങനെ എന്ന് അവരെ താങ്ങുന്ന ഒപ്പം നിൽക്കുന്നവർക്ക് പോലും കഴിയുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ മകനില്ല എന്ന യാഥാർത്ഥ്യം ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് ഉള്ളിലേക്കുന്നതാണ്. ആ മകനെ ചേർത്ത് പിടിച്ച എല്ലാ ദിവസവും മകനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മയെ സംബന്ധിച്ചോളം ഒരുപാട് സ്വപ്നങ്ങളുമായി ഇനിയും എത്രയോ കാലം പോകേണ്ടി വരുന്ന ഒരു കുടുംബത്തിലേക്കാണ് ചേതനേറ്റ ശരീരവും കടന്നു വരുന്നത്. അത് ആ മകൻ്റെ മുഖം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കെട്ടി കിടക്കുന്ന മകൻ്റെ മുഖം ആ അമ്മയ്ക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. സഹോദരങ്ങൾക്കൊന്നും അത് ഏറ്റുവാങ്ങാൻ കഴിയാത്തവണ്ണം ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് കുടുംബത്തിൽ. മഞ്ഞുമല്ലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകും.